IDS NEET UG 2024 റിസൾട്ട് നിങ്ങൾക്ക് വന്നു അല്ലേ? നിങ്ങളുടെ സ്കോർ കാർഡ് നിങ്ങൾക്ക് ഇപ്പോൾ NTA വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങളത് ഡൗൺലോഡ് ചെയ്തെടുത്ത് വെക്കണം, സൂക്ഷിച്ച് വെക്കണം കേട്ടോ. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അഡ്മിഷൻ്റെ സമയത്തൊക്കെ നമ്മളുടെ ഒരു സ്കോർ കാർഡ് ചോദിക്കും, അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് വച്ചേക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വന്നേക്കുന്നത് ഓൾ ഇന്ത്യ റാങ്ക് ആണല്ലേ? ഓൾ ഇന്ത്യ കൗൺസിലിംഗ് റാങ്കൊക്കെയാണ് നിങ്ങൾക്ക് വന്നേക്കുന്നത്. ഈ റാങ്ക് വച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നത് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലേക്കൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഈ കേരളത്തിലെ കൗൺസിലിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതിൻ്റെ ടൈം ഇപ്പോൾ ആയിട്ടില്ല, പക്ഷെ ഉടനെ തന്നെ ആ കാര്യങ്ങൾ വരും. അപ്പോൾ നിങ്ങളിതിങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെക്കണം. കാരണം ചില കാര്യങ്ങളൊക്കെ കുട്ടികളിലേക്ക് നമ്മളിപ്പോൾ വീഡിയോ ആണെങ്കിലും എത്താൻ കുറച്ച് താമസം പിടിക്കും. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കെങ്കിലും എത്താത്തവരിലേക്ക് എത്തട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോഴേ പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഓൾ ഇന്ത്യ കൗൺസിലിംഗ് റാങ്കൊക്കെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് MCCയുടെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ MBBS, BDS, BSc നഴ്സിങ്ങിനൊക്കെ അഡ്മിഷൻ എടുക്കാം. അതായത് കേരളത്തിലെ കോളേജുകളും അതിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് എല്ലാ സ്റ്റേറ്റുകളിലെയും ഗവൺമെൻറ് കോളേജുകളിലെ ഓൾ ഇന്ത്യ കോട്ട സീറ്റ് ഉണ്ടാവും. ESI കോളേജുകളിലെ സീറ്റ് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഡീംഡ് യൂണിവേഴ്സിറ്റി, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ അമൃതയൊക്കെ പോലുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്ക് കൊടുക്കുക. അങ്ങനെ കുറച്ച് കോളേജുകളൊക്കെ കുറേ അധികം കോളേജുകൾ അങ്ങനെ കൗൺസിലിംഗ് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഈ റാങ്ക് ഉപയോഗിക്കാം. ഇപ്പോൾ VCയുടെ കൗൺസിലിങ്ങിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, ആയുഷിൻ്റെ കൗൺസിലിങ്ങിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ ഈ ഓൾ ഇന്ത്യ റാങ്ക് പറ്റും. പക്ഷേ കേരളത്തിലെ സ്റ്റേറ്റ് കോട്ട സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതാണ് നമ്മളിന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? കീം രജിസ്റ്റർ ചെയ്യാന്നുള്ളൊരു കാര്യമായിരുന്നു. അത് നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഈ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് മിക്കവാറും എൻട്രൻസ് കമ്മീഷണർ ഒരു അവസരം കൂടി തരും. നിങ്ങൾ കൂടുതൽ റിക്വസ്റ്റുകളൊക്കെ എൻട്രൻസ് കമ്മീഷണറുടെ അതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഒരു പ്രാവശ്യവും കൂടി പുതിയ ആപ്ലിക്കൻസിനെ ഇൻവൈറ്റ് ചെയ്തിട്ട്, അതായത് പുതുതായിട്ട് ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർക്ക് കൊടുക്കാനായിട്ട് മെഡിക്കലിലും എഞ്ചിനീയറിംഗ് ഫാർമസി ഇനി പറ്റില്ല, കാരണം എക്സാം വന്നുകൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കും ആർക്കിടെക്ചറിനൊക്കെ ഒരവസരവും കൂടി എൻട്രൻസ് കമ്മീഷണർ തരാറുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു അവസരമുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കീം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ് റാങ്കിലേക്ക് ആക്കാനായിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങൾ. അതായത് ഇപ്പോൾ വന്നേക്കുന്ന ഓൾ ഇന്ത്യ റാങ്കിന് ആ ഒരു സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റിലേക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾ ചില കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കണം. സിമ്പിളാണ്. അത് ഇപ്പോൾ ടൈം ആയിട്ടില്ല കേട്ടോ. അതിൻ്റെ ടൈം ആകുമ്പോൾ എൻട്രൻസ് കമ്മീഷണർ നോട്ടിഫിക്കേഷൻ വരും. നമ്മൾ അതനുസരിച്ചിട്ട് പറയും. നിങ്ങൾ വെബ്സൈറ്റ് റെഗുലറായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വന്നേക്കുന്നത് നിങ്ങൾക്കറിയാലോ, ഈ നീറ്റിൻ്റെ ഈ സ്കോർ വെച്ചിട്ട് നിങ്ങൾക്ക് MBBS, BDS മാത്രം, അതായത് മെഡിക്കൽ കോഴ്സുകൾ മാത്രമല്ല മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്കും ഒക്കെ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അതിനെല്ലാത്തിനും ഈ കേരള റാങ്കാണ് അതിൻ്റെ അടിസ്ഥാനം കേട്ടോ. ഇപ്പോൾ അഗ്രികൾച്ചർ ആണെങ്കിലും വെറ്റിനറി ആണെങ്കിലും ആയുർവേദ, സിദ്ധ, യുനാനി, ഹോമിയോ ഒക്കെ ആണെങ്കിലും ഈ പറയുന്ന ഈ കേരള റാങ്കിൻ്റെ ബേസിലാണ്. അല്ലാതെ ഈ ഒരു ഓൾ ഇന്ത്യ റാങ്ക് വെച്ചിട്ട് കേരളത്തിൽ അഡ്മിഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. കേരള റാങ്കാണ് അതിലേക്ക് ആക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഈ കാര്യങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾക്ക് കേരളത്തിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്കറിയാലോ, കേരളത്തിലെ സ്റ്റേറ്റ് കോട്ട സീറ്റുകൾ, അത് ഗവൺമെൻറ് സീറ്റുകളാണെങ്കിലും പ്രൈവറ്റ് കോളേജുകളെ NRI കോട്ട ഉൾപ്പെടുന്ന, മൈനോറിറ്റി കോട്ട ഉൾപ്പെടുന്ന എല്ലാ സീറ്റുകളിലേക്കും അലോട്ട്മെൻറ്റ് നടത്തുന്നത് എൻട്രൻസ് കമ്മീഷണറാണ്. സോ കീം രജിസ്റ്റർ ചെയ്യുകയും അതനുസരിച്ചിട്ട് എൻട്രൻസ് കമ്മീഷണർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് കേരളത്തിൽ ഈ പറയുന്ന മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്കോ ആർക്കിടെക്ചറിനോ ഒക്കെ ആർക്കിടെക്ചർ നാറ്റയുടെ എക്സാമാണ് ഒക്കെ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിന് ഇനിയിപ്പോൾ വരുന്നത് നമുക്ക് വരാനുള്ളൊരു കാര്യം, നീറ്റിൻ്റെ സ്കോറ് നിങ്ങൾ ആ ഒരു ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ടി വരാറില്ല. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഇപ്പോൾ ടൈം ആയിട്ടില്ല. നോട്ടിഫിക്കേഷൻ നമുക്ക് ഇപ്പോൾ ഉടനെ കുറച്ചധികം താമസിയാതെ തന്നെ വരും. അപ്പോൾ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ വർഷം വന്നേക്കുന്ന നോട്ടിഫിക്കേഷനാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ ഡേറ്റ് 1/7/2023 മുതൽ 7/7/2023 വരെയാണ്. പക്ഷേ ഇത്രയും ചിലപ്പോൾ ഈ വർഷം താമസിക്കില്ല. അതിന് മുമ്പ് തന്നെ നമ്മൾക്ക് ഈ സ്കോർ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള സമയം വരും കേട്ടോ. അപ്പോൾ ഈ ഒരു ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നും കൂടി ഓർപ്പിക്കുകയാണ്, നിങ്ങൾ ഈ പറയുന്ന കാര്യം ചെയ്ത് കൊടുത്തില്ലെങ്കിൽ കേരള റാങ്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കേരള റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഉൾപ്പെടാൻ പറ്റില്ല. മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാനും പറ്റില്ല കേട്ടോ.
അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടത് വേറെ ഒന്നുമില്ല. നിങ്ങൾ ഈ നമ്മളുടെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. വെബ്സൈറ്റിൽ വന്നിട്ട് www.ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ വന്നിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു മെനു കാണാൻ പറ്റും. ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നീറ്റ് റിസൾട്ട് സബ്മിഷൻ എന്ന് പറഞ്ഞിട്ടൊരു മെനു കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങളുടെ ഓട്ടോമാറ്റിക്, അതായത് ഈ NTA അവരുടെ ഡേറ്റ എൻട്രൻസ് കമ്മീഷണറായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ഡേറ്റ ഈ എൻട്രൻസ് കമ്മീഷണറുടെ ഇതിലുണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. നീറ്റ് റിസൾട്ട് സബ്മിഷനിൽ അവിടെ തന്നേക്കുന്ന ആ റോൾ നമ്പറും ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും പ്രൊവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവിടെ ആ ഒരു സ്കോർ കാർഡ് കാണിക്കും. ആ സ്കോർ കാർഡ് നിങ്ങളുടെ പേര് സെയിം ആണോ, നിങ്ങളുടെ ഫാദറിൻ്റെ പേര് തന്നെയാണോ, നിങ്ങളുടെ മദറിൻ്റെ പേര് തന്നെയാണോ, നീറ്റ് UGയുടെ റിസൾട്ടും നിങ്ങളുടെ കയ്യിലുള്ള സ്കോർ കാർഡിലെ പോലെ തന്നെയാണോ എന്നൊന്ന് നോക്കി വെരിഫൈ ചെയ്താൽ മതി. ഓക്കെ, നീറ്റിൻ്റെ ആ പെർസെൻറ്റേജ് സ്കോറും ഓൾ ഇന്ത്യ റാങ്ക്, കൗൺസിലിംഗ് റാങ്ക് ഒക്കെ അതിലെന്താണോ നിങ്ങളുടെ സ്കോർ കാർഡിൽ കാണുന്നത് അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്താൽ മതി. എന്നിട്ട് അത് ഓക്കെ ആണെങ്കിൽ, ഞാൻ പറയുവാണ്, നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ സ്കോർ കാർഡ് അല്ലെങ്കിൽ സ്കോർ ഉണ്ട്, പെർസെൻറ്റേജ് ഉണ്ട് എങ്കിലും നിങ്ങളുടെ സ്കോർ കാർഡ് നിങ്ങൾ അവിടെ അടുത്ത് വെച്ചിട്ട് വേണം ഇത് വെരിഫൈ ചെയ്യാൻ. കാരണം മൈന്യൂട്ടായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് പോലും നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസലാക്കി കളയും. നിങ്ങളെ പേടിപ്പിക്കാൻ പറയുന്നതല്ല, ശ്രദ്ധിക്കാൻ പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യുക. എന്നിട്ട് വെരിഫൈ ചെയ്തിട്ട് അത് കറക്റ്റാണെങ്കിൽ വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ് എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഓൾറെഡി അതപ്പോൾ കംപ്ലീറ്റ് ആയാലും വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ ആയിക്കോളും. എന്നിട്ട് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. എന്താണ് നീറ്റ് റിസൾട്ട് സബ്മിഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു പ്രിൻ്റ് ഔട്ട്, അതിലൊരു ഇതുണ്ടാവും, അതൊന്ന് പ്രിൻ്റ് എടുത്ത് വെക്കുക. കാരണം ഇനി ഫർദർ കോൺവെർസേഷൻസ് നമ്മൾക്ക് എന്തെങ്കിലും ഒരു അവിടെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എൻട്രൻസ് കമ്മീഷണറായിട്ടൊരു ഫർദർ കോൺവെർസേഷൻ്റെ ആവശ്യം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ടൊരു ഇതിന് വേണ്ടിയാണ്, നമ്മളുടെ ഒരു ഫ്യൂച്ചർ റെഫറൻസിനോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയാണ് അതിൻ്റെ പ്രിൻ്റ് എടുക്കാൻ പറയുന്നത്. നീറ്റ് റിസൾട്ട് സബ്മിഷൻ റിപ്പോർട്ട് ഒന്ന് പ്രിൻ്റ് എടുത്ത് വെച്ച് അവിടെ ഒന്ന് സൂക്ഷിച്ച് വച്ചേക്കുക കേട്ടോ. അതുപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് ഇവർ കഴിഞ്ഞ വർഷം ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്, കാൻഡിഡേറ്റ് ഷുഡ് നോട്ട് സെൻഡ് ഓർ അപ്ലോഡ് ദ നീറ്റ് സ്കോർ കാർഡ് ഓർ നീറ്റ് റിസൾട്ട് സബ്മിഷൻ റിപ്പോർട്ട് ടു കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ. നിങ്ങൾ എൻട്രൻസ് എക്സാമിനേഷൻ്റെ ആ ഒരു ഇതിലേക്ക് നിങ്ങൾ പോസ്റ്റ് ചെയ്യുകയോ മെയിൽ ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ വന്നേക്കുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് അത് വെരിഫൈ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനോടുകൂടി തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഈ മൈനോറിറ്റി കോട്ടയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. മൈനോറിറ്റി കോട്ട എന്ന് പറയുന്നത് ഈ ചില കമ്മ്യൂണിറ്റികൾ നടത്തുന്ന പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടാവും. അവിടെ ഏത് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഏത് മൈനോറിറ്റിയാണ്, ഇപ്പോൾ ക്രിസ്ത്യൻ മുസ്ലിം മൈനോറിറ്റിയിൽ ഏത് വിഭാഗമാണോ ആ ഒരു കോളേജ് നടത്തുന്നത് അവിടെ റിസർവേഷൻ ആ കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് OBC NCL ഇല്ലെങ്കിൽ പോലും മൈനോറിറ്റി റിസർവേഷൻ നമുക്ക്, ഇപ്പോൾ മുസ്ലിം കാറ്റഗറി ആണ് NCL പെട്ടില്ലെങ്കിലും മൈനോറിറ്റി കോളേജുകളിലേക്കുള്ള റിസർവേഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇനി നമ്മൾക്ക് പ്രൊഫൈൽ വെരിഫിക്കേഷനൊക്കെ വരും. അത് ആ ഒരു ടൈമിൽ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ പ്രൊഫൈൽ വെരിഫിക്കേഷൻ വരുമ്പോഴൊക്കെ നിങ്ങൾ നോക്കുക അതൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള അത് കിട്ടുന്ന കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുമ്പോൾ ആ കോളേജുകളൊക്കെ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാം. ഓക്കെ, അപ്പം ഈ മെയിൻ കാര്യം ഇനി വരുന്നത് ഇതാണ് കേട്ടോ. പ്രൊഫൈൽ വെരിഫിക്കേഷനൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസിയുടെ പ്രൊഫൈൽ വെരിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ, ഫോട്ടോ സിഗ്നേച്ചറൊക്കെ വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ട്. അവർക്കത് ബയോമെട്രിക് ഇതിന് വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ അത് മെഡിക്കലിലെ കുട്ടികൾക്ക് എക്സാം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് വന്നില്ല. ഇനി എല്ലാവർക്കുമായിട്ട് എഞ്ചിനീയറിംഗിലെയും ഫാർമസിയിലെയും മെഡിക്കൽ അലൈഡിലെയും ഒക്കെ ആർക്കിടെക്ചറിലൊക്കെ കുട്ടികൾക്കായിട്ട്, അതായത് കീം ആരൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കുമായിട്ടൊരു പ്രൊഫൈൽ വെരിഫിക്കേഷൻ വരും. അതായത് നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ കൊടുത്ത റിസർവേഷൻസ് ഒക്കെ എൻട്രൻസ് കമ്മീഷണർ വെരിഫൈ ചെയ്തിട്ട് അതിൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് ഒരു അവസരം മെമ്മോ വരും. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമിൽ അത് നിങ്ങൾ ചെയ്ത് കൊടുക്കണം. അതല്ലാതെ ഇതായിരിക്കും ആദ്യം വരുന്നത്. അതായത് നീറ്റിൻ്റെ സ്കോർ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന കാര്യമായിരിക്കും ആദ്യം വരാം. അത് കഴിഞ്ഞിട്ടാണ് സാധാരണ പ്രൊഫൈൽ വെരിഫിക്കേഷൻ വരാറ്. താമസിയാതെ തന്നെ ഈ നീറ്റിൻ്റെ സ്കോർ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് വരും. അപ്പോൾ നിങ്ങളിത് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നിങ്ങൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ വരുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിപ്പോൾ 2023 നമ്മളുടെ ഈ ഒരു പ്രൊഫൈലാണ്. അപ്പോൾ ഇതിൽ
നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക്. പക്ഷേ ഈ വർഷം ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ ഒരു നമ്മൾ ഓൾ ഇന്ത്യ റാങ്കും സ്കോറൊക്കെ കാണുമ്പോൾ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഈ കീമിൻ്റെ കാഡറ്റ് പോർട്ടൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ് കാണാനായിട്ട് സാധിക്കും. കണ്ടോ, റാങ്ക് ലിസ്റ്റ്. ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കേരള സ്റ്റേറ്റ് മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ റാങ്ക് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും, ഓരോ സ്കോർ. ഇത് കണ്ടോ, നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്പർ, നീറ്റിൻ്റെ സ്കോർ, നമുക്ക് കിട്ടിയേക്കുന്ന സ്കോർ, നീറ്റിൻ്റെ റാങ്ക്, അതായത് ഓൾ ഇന്ത്യ റാങ്കാണ് ഇവിടെ കാണിച്ചേക്കുന്നത്, അത് സ്റ്റേറ്റ് റാങ്കിലേക്ക് കൺവേർട്ട് ചെയ്ത് വന്നേക്കുന്ന റാങ്ക്. ഇങ്ങനെ ഒരു ലിസ്റ്റ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് എൻട്രൻസ് കമ്മീഷണർ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഇപ്പോൾ ഈ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ വ്യത്യാസങ്ങൾ, കാരണം സ്കോർ ബേസ് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തേലും നീറ്റ് റാങ്കിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു റാങ്ക് ലിസ്റ്റ് നമ്മളതൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ് റാങ്കിൻ്റെ ഇതിൽ കൊടുത്തേക്കണുണ്ടോ, സ്റ്റേറ്റ് റാങ്ക് 1, 2 എന്നുള്ള ഈ റാങ്കിൻ്റെ ബേസിലായിരിക്കും ഈ കേരളത്തിലുള്ള കോളേജുകളിൽ മെഡിക്കൽ അലൈഡ്, പിന്നെ നമ്മളുടെ മറ്റു കോഴ്സുകളിലേക്കൊക്കെ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് നമ്മൾക്ക് ഈ സ്റ്റേറ്റ് റാങ്കിൻ്റെ ഇതായിരിക്കും വരുന്നത് കേട്ടോ. ഓൾ ഇന്ത്യ റാങ്കിന് ഇവിടെ വേറൊരു റോളും ഇല്ല. ഓൾ ഇന്ത്യ റാങ്ക് നമുക്ക് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലാണ് ഉപയോഗിക്കുന്നത്. ഈ ഓൾ ഇന്ത്യ റാങ്കിനെയാണ് നമ്മൾ സ്റ്റേറ്റ് റാങ്കിലേക്കാക്കി ഈ പറയുന്ന പോലെ നീറ്റിൻ്റെ സ്കോർ വെച്ചിട്ട് ആക്കുന്നത്. അപ്പോൾ അവിടെ കൂടുതലൊന്നും നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട, ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. ഈ ഇൻസ്ട്രക്ഷൻ 2023-ലാണ്. മേ ബി ഇതുപോലെ തന്നെ ആയിരിക്കും 2024-ലും വരിക. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ ഇതുപോലെ വരുമ്പോൾ അതിലുണ്ടാവും കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ആ ഡേറ്റ് അവിടെ കാണിക്കുന്നത് നിങ്ങൾ വെരിഫൈ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി കേട്ടോ. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും, അപ്പോൾ അത് ചെയ്താൽ മതി കേട്ടോ. മിസ്റ്റേക്ക് വരാനുള്ള സാധ്യതകളൊന്നും തന്നെ ഇല്ല, പക്ഷേ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ സ്കോർ കാർഡ് എടുത്ത് വെച്ചിട്ട് വെരിഫൈ ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.